ഹായ് ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് ജോലിയില്ലാത്ത ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഓഫീസിൽ ഇനി 2 ഡേയ്സ് ഓഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ഡേയ്സ് മാർച്ചിനുള്ളിൽ ഞാൻ എടുത്ത് തീർക്കണം. അപ്പോൾ ഈ ആഴ്ച ഒരു ദിവസം ലീവും അടുത്ത ആഴ്ച ഒരു ദിവസം ലീവുമായിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ദിസ് വ്ലോഗ് ഈസ് ഓൾ അബൌട്ട് മീ സ്പെൻഡിങ് ടൈം വിത്ത് മൈ സെൽഫ്. അപ്പോൾ രാവിലെ ഞാനൊരു ജ്യൂസ് കുടിക്കാൻ പോവാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഈ ജ്യൂസ് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇത് ആപ്പിളും സെലറിയും ജിഞ്ചറും സ്പിനാഷും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു അടിപൊളി ജ്യൂസാണ്. പിന്നെ കാടമുട്ട കൊണ്ടൊരു ഓംലെറ്റ്. ഇതാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പോകുന്നത്. സോ ഞാൻ നേരത്തെ കാണിച്ച ജ്യൂസ് ഞാൻ ഉണ്ടാക്കിയ ജ്യൂസല്ല, ഞാൻ ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് മേടിച്ചാണ്. ഇറ്റ്സ് എൻ ഓർഗാനിക് ജ്യൂസ്. അപ്പം ഒരാഴ്ചത്തേന് ഒരു കുപ്പിയിലെ ജ്യൂസ് എനിക്കത് ധാരാളം മതി. അത് $4 ഉള്ളൂ. അത് ഭയങ്കര ബോധ്യമായിട്ട് എനിക്ക് തോന്നി. അതല്ലാണ്ട് ഞാനിനി ഓരോന്ന് മേടിച്ച് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് അടിച്ചുണ്ടാക്കുക എന്ന് വെച്ചാൽ ചില സമയം ഞാൻ ഉണ്ടാക്കത്തുമില്ല, കുടിക്കത്തുമില്ല. എനിവേ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഹെയർ കട്ടിന് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കുവാണ്. Today afternoon sometime. My name is Jaya. ഇപ്പോൾ ഒരു 3 വീക്സായിട്ട് ഞാനൊരു വർക്കൗട്ട് പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഓഫീസുള്ള ദിവസം ഈവനിങ് ആണ് എൻ്റെ വർക്കൗട്ട് ടൈം. അപ്പോൾ ഇന്ന് എനിക്ക് അവധി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, അവർക്ക് 2 ബാച്ചാണുള്ളത്, മോർണിംഗ് 10 o'clockനും ഈവനിങ്ങും. അപ്പോൾ രാവിലത്തെ ബാച്ചിന് ഞാൻ കയറി എൻ്റെ വർക്കൗട്ടൊക്കെ അങ്ങ് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. ഇന്നൊരു ഫ്രീ ഡേ ആണെങ്കിലും മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻഗേജ്ഡ് ആയിട്ടിരിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അല്ലാണ്ട് മടി പിടിച്ചിരിക്കാൻ പോയാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈവനിങ്ങിന് ഡിന്നറിന് ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ഞാൻ എടുത്ത് പുറത്ത് വെക്കാൻ പോവാണ്. ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. എന്തായാലും ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കുമല്ലോ. കൊച്ചിനും ബേബിനും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചിപ്പ് വീണ്ടും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവന് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ചിപ്പ് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകണം എന്നുള്ള അപേക്ഷയായിട്ട് വരും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചിപ്പുമായിട്ടൊരു നടത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ലഞ്ചിനുള്ള സമയമായി. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടല്ലേ കഴിച്ചത്. അപ്പോൾ ലഞ്ചിന് ഏതെങ്കിലും ഒരു നേരം എനിക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് കറികൾ കൂടുതൽ ഞാൻ കഴിക്കും. അപ്പോൾ ഇന്ന് വെണ്ടയ്ക്കയും മീൻ വറുത്തതും മാങ്ങ അച്ചാറും മോര് കാച്ചിയതൊക്കെ ഉണ്ട്. ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ വീട്ടിലാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് ഇങ്ങനെ ലഞ്ച് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നത്. ഓഫീസിലൊക്കെ ആകുമ്പം എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും സാൻഡ്വിച്ചോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു എൻ്റെ ഹെയർ കട്ടിൻ്റെ സമയം. പക്ഷേ പെട്ടെന്ന് ബിബിന എൻ്റെ ഇടയ്ക്ക് വിളിച്ചപ്പോഴാണ് ഒരു സാധനം റിട്ടേൺ ചെയ്യാനുണ്ടല്ലോ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വെപ്രാളപ്പെട്ട് ഇവിടെ ആസി പ്ലാസ എന്ന് പറഞ്ഞ കടയുണ്ട്, ഒരു ചൈനീസ് സ്റ്റോർ, അങ്ങോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച ഒരു ഇലക്ട്രിക് സ്റ്റൗ ഉണ്ട്, അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇവിടെ ആസി പ്ലാസ എത്തി സംഭവം റിട്ടേൺ ചെയ്തു. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. എല്ലാം ഇനിയിപ്പം ടൈമിന് അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും ഓടിപ്പിടിച്ച് എൻ്റെ മുടി വെട്ടുന്ന സ്ഥലത്ത് എത്തണം. എൻ്റെ ഹെയർ കട്ടറി ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പോയി മുടി വെട്ടട്ടെ. മുടി വെട്ടാൻ വരുമ്പം നമുക്ക് ശരിക്കും ഒരു പാമ്പറിങ് ആണ്. അവർ നല്ല മുടിയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി അടിപൊളിയാക്കി ഇങ്ങ് തരും. ഇനിയിപ്പോൾ ഇന്ന് എൻ്റെ ഹെയർ കട്ട് ചെയ്ത ജൂലിയാണ് കേട്ടോ. ജൂലി ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. എനിക്കങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ പോകുന്ന മുടി വെട്ടുന്ന കടയൊന്നുമില്ല. ഞാനിങ്ങനെ ഓരോന്നും സ്ഥലവും മാറി മാറി പരീക്ഷിക്കാറുണ്ട് കേട്ടോ. എനിവേ ഇവിടെ വന്ന് ജൂലി എൻ്റെ മുടി വെട്ടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ജൂലിയുടെ സംസാരം ഒരു ചെറിയ കൊച്ചായിരുന്നു, 19 വയസ്സേ ഉള്ളൂ. So nice. Thank you. You're welcome. You want to take photo, right? Yeah. ഇതിപ്പോൾ ഇന്നൊരു ദിവസത്തിന് എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ മാക്സിമം ഞാനങ്ങ് എൻജോയ് ചെയ്തു. ഒരു കുളി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ പരിപാടിയൊക്കെ തീരുമല്ലോ. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത് എൻ്റെ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ റെഡിയാക്കുവാണ്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള സമയം സത്യം പറഞ്ഞാൽ ഇനി എനിക്കില്ല കേട്ടോ. കാരണം മുടി വെട്ടിയൊക്കെ വന്നപ്പോഴത്തേനും 4 മണിയായി. ഇനിയിപ്പോൾ കുച്ചു വരും, കുച്ചുവിനെയും കൊണ്ട് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ചിപ്പുവിനെയും കൊണ്ട് ഒരു വലിയ നടത്തത്തിന് പോകേണ്ടി വരും. അപ്പോൾ ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള സമയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചോ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് വന്നു. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഇത്ര ഈസി ആണെന്നുള്ള കാര്യം ഞാൻ ഇന്നാണ് കേട്ടോ മനസ്സിലാക്കിയത്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില്ലി ചിക്കൻ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇവിടുത്തെ ചിക്കൻ ഉണ്ടല്ലോ, ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പറ്റിയ ടൈപ്പ് ചിക്കനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതോടുകൂടി മൈ ഡേ ഇൻ മൈ ലൈഫ് അവസാനിക്കുവാണ്. ഇനിയിപ്പം ഡേ ഇൻ മൈ ലൈഫിൽ എൻ്റെ ഈ ഒരു ഡേയിൽ ഇനി ബാക്കി ആൾക്കാരൊക്കെ വന്ന് ചേരും. കുച്ചു വരും, ബിബിൻ വരും. അപ്പം അത് കാരണം ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.